കേരളത്തിലെ ഉത്സവങ്ങളായ വേലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെന്മാറ വെല്ലങ്ങി വേലയാണ്. പാലക്കാട് ജില്ലയിലെ തമിഴ്നാടിനടുത്ത് കിടക്കുന്ന ഗ്രാമമാണ് നെന്മാറ. അതിഗംഭീരമായ ഈ ഉത്സവത്തിന്റെ വിവരങ്ങളാണ് ഇന്നത്തെ കഥയമമ്മയിൽ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു സമയം, മീനമാസം എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ പോകുന്നൊരു സമയമാണ്. ഏകദേശം നവംബർ മാസത്തിൽ വൃശ്ചിക മാസത്തോടനുബന്ധിച്ച് തുടങ്ങുന്ന ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെയൊക്കെ തന്നെ ഒരു കൊട്ടിക്കലാശം നടക്കുന്ന സമയമാണ് മീനമാസം. മീനമാസം കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഉത്സവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിക്കും. എന്നാൽ ആ ഉത്സവക്കാലം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു മഹോത്സവം കേരളത്തിലെ നെല്ലറയായിട്ടുള്ള പാലക്കാടിൻ്റെ മണ്ണിൽ അരങ്ങേറാൻ പോവുകയാണ്. ഇന്ന് മീനമാസത്തിലെ 20-ാം തീയതിയാണ്. ഇന്നാണ് പ്രശസ്തമായിട്ടുള്ള നെന്മാറ വല്ലങ്ങി വേല മഹോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ ആ നെന്മാറ വല്ലങ്ങി വേലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്ന മഹോത്സവത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. പക്ഷെ അത് നടക്കുന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ്, എങ്ങനെയാണ് ആ ക്ഷേത്രം ഉണ്ടായത്, അതിൻ്റെ ഐതിഹ്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കഥയമമ്മയിൽ പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നെന്മാറ വെല്ലങ്ങി ആഘോഷത്തിൻ്റെ സമയത്ത് ആ ആഘോഷത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരു ഭഗവതി ആ ദേശത്ത് താമസിക്കുന്നുണ്ട്. ആ അമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് വേറെ ആരും തന്നെയല്ല, സാക്ഷാൽ നെല്ലിക്കുളങ്ങര ഭഗവതി എന്ന് വിളിക്കപ്പെടുന്ന ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവതയാണ് നെന്മാറ വല്ലങ്ങി ദേശങ്ങളുടെ അധിപതിയായിട്ട് വർത്തിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പേര് നെന്മാറയുടെയും വല്ലങ്ങിയുടെയും തട്ടകത്തമ്മയായിട്ട് വിളങ്ങുന്ന ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഒരു അനുഷ്ഠാനമാണ്. അല്ലെങ്കിൽ ആ ഭഗവതിയെ സന്തോഷിപ്പിക്കാനായി ദേശക്കാർ നടത്തുന്ന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് ഈ വേല ഉണ്ടായത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയായിട്ടാണ് പഴമക്കാരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ആ നാട്ടിൽ താമസിച്ചിരുന്ന ഒരു മൂപ്പിൽ നായർ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് നെല്ലിയാമ്പതി മലനിരകളിൽ പോയി ഭദ്രകാളിയെ ഉപാസിക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. ഒരു ദിവസം മൂപ്പിൽ നായർ ഭഗവതിയെ പൂജിച്ച് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നാണ്. പക്ഷെ അന്നേ ദിവസം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നി തനിക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തൻ്റെ കയ്യിലുള്ള കൊടയുടെ ഭാരം അത്യധികം കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. താൻ ഒറ്റയ്ക്കാണോ ഈ പോകുന്നത് അതോ തൻ്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊരു തോന്നൽ ആ കാരണവർക്ക് ഉണ്ടായി എന്നാണ്. എന്തായാലും അദ്ദേഹം ഭയമില്ലാണ്ട് നടന്നു, ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. ഒരു കൊളക്കടവ് പോലത്തെ ഒരു പ്രദേശം കണ്ടു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പട്ടക്കൊട അവിടെ ചാരി വെച്ചിട്ട് അദ്ദേഹം ദേഹശുദ്ധി വരുത്താനായിട്ട് കുളത്തിലേക്ക് പോയി എന്നാണ്. മന്ത്രജപാതി ചടങ്ങുകൾക്കൊക്കെ ശേഷം നന്നായിട്ട് കുളിച്ച് അദ്ദേഹം തിരിച്ച് വീണ്ടും നടക്കാനായിട്ട് ഈ കൊട എടുത്ത് പൊക്കാൻ നോക്കിയ സമയത്ത് ആ കുട ആ മണ്ണിൽ ഉറച്ചതായിട്ട് കണ്ടു എന്നാണ്. എത്രയൊക്കെ ബലം പ്രയോഗിച്ചിട്ടും അദ്ദേഹത്തിന് ആ ഒരു കുട എടുത്ത് ഉയർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി താൻ ഒറ്റയ്ക്കല്ല പോന്നിട്ടുള്ളത്. ഈ കൊടപ്പുറത്ത് കയറി ഭഗവതി സാക്ഷാൽ ഭദ്രകാളി തൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് ഒരു ആലയം ഉണ്ടാക്കി ഇവിടെ വെച്ച് ആരാധിക്കാനാണ് അമ്മയുടെ താല്പര്യം. അതിൻ്റെ ദൃഷ്ടാന്താണ് ഈ കാണുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അങ്ങനെയാണ് ആ കുട ഇരുന്ന സ്ഥലം, അതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അവിടെ ആ ഭഗവതിയെ സന്തോഷിപ്പിക്കാനായി വർഷത്തിലൊരു ദിവസം മീനമാസത്തിലെ 20-ാം തീയതി നടക്കുന്ന ദേശക്കാരുടെ മഹോത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വേലയാണ്. ഇതൊരു ഉത്സവമോ പൂരമോ അല്ല. ഇത് വേല എന്ന രീതിയിലാണ് ആ ചടങ്ങ് നടത്തുന്നത്. വേലകളി കാണാൻ ഭദ്രകാളിക്ക് പ്രത്യേക താല്പര്യമാണ് എന്നാണ് പറയാനുള്ളത്. ഭദ്രകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്നായിട്ട് കളമ്പാട്ടിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ദേവിയുടെ നട പാടുന്ന സമയത്ത് പല സ്ഥലത്തും ദേവി വേല കളി കണ്ട് നിൽക്കുന്നതായിട്ട് ദാരികാവതം കളമ്പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേല കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമാണ് ഭഗവതിക്ക്. ആഘോഷമായിട്ട്
ഒരു പടഹാതി വിഭാഗത്തിലുള്ള ഒരു ഉത്സവം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് നെന്മാറ വല്ലങ്ങി ദേശക്കാർ ആ നെല്ലിക്കുളങ്ങര ഭഗവതിയെ സന്തോഷിപ്പിക്കാനായി വർഷം തോറും ഈ വേല മഹോത്സവം നടത്തുന്നത്. രണ്ടാമത് കരിവേഷം, കുമ്മാട്ടി, ആണ്ടികളി, ഈ 3 അനുഷ്ഠാനങ്ങളും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് നെന്മാറ വല്ലങ്ങി വേലയാണെന്നാണ് പറയുക. കാരണം ഇത് 3ഉം ഒരുമിച്ച് എവിടെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ കുമ്മാട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ആണ്ടിക്കളി ഉണ്ടാവും. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാ പ്രദേശത്തിലും നടത്താറുള്ളൂ. നെന്മാറയിലിരിക്കുന്ന ഭഗവതിക്ക് ഇത് 3ഉം ഉറപ്പായിട്ടും ഒരേ സ്ഥലത്ത് കാണണമെന്ന് നിർബന്ധമായതുകൊണ്ട് മറ്റ് വിശേഷപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഈ 3 നാടൻ കലാരൂപങ്ങളും നിർബന്ധമായിട്ടും ആ വേലകളിയുടെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്ന് പൊതുവിൽ പഴമക്കാർ പറയാറുണ്ട്. ഇന്നും അതങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. 2, ഭഗവതിക്ക് ആനപ്പന്തലുകളോടുള്ള പ്രിയമാണ്. നെന്മാറ വല്ലങ്ങി വേലയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നെന്മാറ ദേശത്തുള്ള ആളുകളും വല്ലങ്ങി ദേശത്തുള്ള ആളുകളും ആനപ്പന്തലിൽ അവരുടെ ഗജവീരന്മാരെ നിരത്തിക്കൊണ്ടുള്ള മേളാണ്. ഈ ആനപ്പന്തലുകളും ഭഗവതിക്ക് വലിയ താല്പര്യമാണ്. കാരണം ഘോഷമായിട്ട് തൻ്റെ മക്കളെല്ലാവരും തന്നെ തൻ്റെ ഒരു ആചരണം നടത്തുന്നത് കാണുമ്പോൾ ഒരു അമ്മ എത്രത്തോളം സന്തോഷിക്കുകയോ അത്രത്തോളം ഭഗവതി സന്തോഷിക്കുന്നുണ്ട് എന്നാണ്. ആത്യന്തികമായിട്ട് അമ്മയുടെ സന്തോഷമാണ് ഉത്സവം. ആ കുണ്ഡലിനി ആ ശരീരത്തിൻ്റെ ഓരോ ചക്രങ്ങളെയും ഭേദിച്ച് മുകളിലേക്ക് ഉയർന്ന് സഹസ്രാരത്തിൽ ഇരിക്കുന്ന ശിവനുമായിട്ട് സമ്മേളിക്കുന്നതിനെയാണ് നമ്മൾ ഉത്സവം എന്ന് പറയുക. മുകളിലേക്കുള്ള സഞ്ചാരം, ആ ക്ഷേത്ര ചൈതന്യം മുകളിലേക്ക് ചെന്ന് ആ ദേശം മൊത്തം വ്യാപിക്കുന്ന സമയമാണ് ഈ ഉത്സവക്കാലം എന്നാണ്. അതുകൊണ്ട് തന്നെ നെന്മാറ വല്ലങ്ങി വേലക്കാലത്ത് ആ പ്രദേശത്ത് മുഴുവൻ ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യം നിറഞ്ഞൊഴുകി നിൽക്കുന്ന സമയമാണ്. അതാണ് അവിടെ ചെല്ലുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു ആനന്ദാവസ്ഥ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നെല്ലിക്കുളങ്ങര ഭഗവതി ആയിട്ടുള്ള ഭദ്രകാളി സ്വരൂപത്തിലിരിക്കുന്ന ആ ഭഗവതിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിലും കേരളത്തിൻ്റെ അഭിമാനമായിട്ട് നമുക്ക് വെക്കാവുന്ന എങ്ങനെയാണോ തൃശ്ശൂർ പൂരത്തെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അത്രയും പ്രൗഢിയോടുകൂടി നടത്തുന്ന മറ്റൊരു ആഘോഷം പാലക്കാടിൻ്റെ മണ്ണിലുണ്ട്. അത് നെന്മാറ വല്ലങ്ങി വേലയാണ്. ആ കഥ കൂടി കഥയമയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.